മറഞ്ഞ കാര്യം അറിയുക, അത് സജ്ഞാനം. ഇൽമുൽ ഗൈബ്, റബ്ബല്ലാത്തവർക്ക്, അല്ലാത്തവർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാതെ വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്? പ്രവാചകന് ഗൈബ് അറിയുമെന്ന് പറയൽ തെറ്റല്ല, പക്ഷെ നിരുപാധികം ഗൈബ് അറിയുമെന്ന് പറയാൻ പറ്റൂല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അത് സജ്ഞാനം അറിയുന്നവൻ അല്ലാഹുവാണ്. അവനാണ് ഇൽമുൽ ഗൈബ് ഉള്ളത്, അവനാണ് മറഞ്ഞ കാര്യം അറിയുക, അവനാണ് എല്ലാ ഗൈബിന്റെയും താക്കോൽ അവന്റെ കൈവശമാണ്. മഫാതീഹുൽ ഗൈബ്, ഗൈബിന്റെ മിഫ്താഹുകൾ, ഗൈബിന്റെ താക്കോലുകൾ റബ്ബിന്റെ പക്കലാണ്. എത്ര സ്ഥലത്ത് അല്ലാഹ് വ്യത്യസ്ത ശൈലികളാണ് പരിചയപ്പെടുത്തി. നബിയോട് പോലും അല്ലാഹ് പറഞ്ഞ, നബി നിങ്ങൾ പറയണം എനിക്ക് ഗൈബ് അറിയില്ല എന്ന് പറയണം. പ്രവാചകന് ഗൈബ് അറിയുമെന്ന് പറയൽ തെറ്റല്ല, നബിയോട് പോലും അല്ലാഹ് പറഞ്ഞ, നബി നിങ്ങൾ പറയണം എനിക്ക് ഗൈബ് അറിയില്ല എന്ന് പറയണം. നബിക്ക് ഗൈബ് അറിയും എങ്ങനെയാണെങ്കിൽ അല്ലാഹ് അറിയിച്ചു കൊടുത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു, അത് ഗൈബാണ്. അതിന് അല്ലാഹ് അറിയിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞെന്നാണ്. ഹബീബായ നമ്മുടെ നേതാവ് സ്വർഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗം ഗൈബാണ്. എങ്ങനെ പറഞ്ഞെന്ന്? അല്ലാഹ് അറിയിച്ചു കൊടുത്തു. ഖബറിലെ രക്ഷയും ശിക്ഷയും അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ വരാനിരിക്കുന്ന ചില വിജയങ്ങൾ, വരാനിരിക്കുന്ന ചില ഫിത്നകൾ, ഇതിനൊക്കെ അന്നേ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഗൈബാണ്.